മറ്റൊരു മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പരാജയങ്ങളെ അതിജീവിക്കുന്ന ദൈവശബ്ദത്തെക്കുറിച്ചാണ് ചിന്തിച്ചത്. അവസാനം രൂത്തിൻ്റെ എക്സാമ്പിളെ കോട്ട് ചെയ്ത് നമ്മൾ അതിൽ അവസാനിപ്പിച്ചു. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ 9 പില്ലേഴ്സ് ഉണ്ട്. ഈ 9 പില്ലേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിന്തകളാണ് ശരിക്കും നമ്മുടെ ഈ ഡിവോഷനിൽ നമ്മൾ എടുക്കുന്നത്. ഇനിയും 2 എപ്പിസോഡ് നെഹമ്യാവിൻ്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് പ്രാർത്ഥനയ്ക്ക് എങ്ങനെ ഉത്തരം കിട്ടി എന്നുള്ള ചിന്തകളാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അടുത്ത 2 എപ്പിസോഡിൽ നെഹമ്യാവിൻ്റെ പ്രാർത്ഥനയാണ് നമ്മൾ എടുക്കുന്നത്. നമുക്കറിയാം പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്നും ഏത് രീതിയിലാണ് പ്രാർത്ഥനയിൽ ഉത്തരം തരുന്നതെന്നും എല്ലാം കഴിഞ്ഞ നമ്മുടെ ആ പ്രാർത്ഥന എന്ന് പറഞ്ഞ പവർ ഓഫ് പ്രയർ എന്ന് പറഞ്ഞ ഒരു സീരീസിൽ നമ്മൾ പറഞ്ഞിരുന്നു. അതിനോട് ചേർന്ന് ഫാസ്റ്റിങ്ങും പറഞ്ഞിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കാണാത്തവർ ദയവായിട്ട് ആ എപ്പിസോഡ് നിങ്ങൾ കാണണമേ എന്ന് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യണം. നമ്മളിത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് പോയിട്ട് കംപ്ലീറ്റ് ഇതുവരെയുള്ള എപ്പിസോഡുകളെല്ലാം നിങ്ങൾക്ക് കിട്ടും. അന്നേരം നിങ്ങളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് പ്രയോജനമായിത്തീരും. നെഹമ്യാവിനെ കുറിച്ച് പറഞ്ഞാൽ നെഹമ്യാവിൻ്റെ ഹിസ്റ്ററി നെഹമ്യാവിൻ്റെ 1-ാം അധ്യായത്തിൽ തന്നെ തുടങ്ങുന്നുണ്ട്. 444 BC അർത്ഥശിഷ്ട രാജാവിൻ്റെ ഒരു വൈൻ ടേസ്റ്ററായിട്ട് എന്ന് പറഞ്ഞാൽ രാജാക്കന്മാർ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ആ സമയത്തൊക്കെ കൂടെ ഉള്ള ചില ആളുകൾ എന്ന് വെച്ചാൽ ഏറ്റവും വിശ്വസിക്കാവുന്നവർ അവരോട് കൂടെ ഇരിക്കുന്നവരെ കൊണ്ട് അതെല്ലാം ടേസ്റ്റ് ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു സമ്പ്രദായം അന്നുണ്ടായിരുന്നു. കാരണം ഈ രാജാക്കന്മാർക്ക് പലയിടത്തുനിന്നും ഭക്ഷണമൊക്കെ തരുന്നത് കൊണ്ടുവരുന്ന ചിലപ്പോൾ ശത്രുക്കളുടെ സൈഡിൽ നിന്നൊക്കെ ആയിക്കഴിഞ്ഞാൽ അവർ മരിച്ചു പോകാനൊക്കെയുള്ള കാരണമുണ്ട്. എന്തായാലും വൈൻ ടേസ്റ്റർ എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് രാജധാനികളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മനുഷ്യന് ഈ നെഹമ്യാവ് അർത്ഥശിഷ്ട രാജാവിൻ്റെ രാജധാനിയിൽ ആയിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ഇരിക്കുമ്പോൾ യഹൂദയിൽ നിന്ന് ചില ആളുകൾ വന്നിട്ട് യെരുശലേമിനെക്കുറിച്ച് ഒക്കെയുള്ള കാര്യങ്ങൾ ഈ നെഹമ്യാവിനോട് പറയുകയാണ്. അതിൽ പ്രധാനമായിട്ട് മതിൽ പൊളിഞ്ഞു കിടക്കുന്നു. മതിലാണല്ലോ ഒരു പ്രൊട്ടക്ഷനായിട്ടുള്ളത്, അത് പൊളിഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ വാതിലുകളൊക്കെ തീ വെച്ചും ചുട്ടും കിടക്കുന്നു എന്നുള്ള ഒരു വർത്തമാനം നെഹമ്യാവിന് കിട്ടി. നെഹമ്യാവിന് യെരുശലേമിനെ കുറിച്ചൊരു റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞപ്പോഴേ അത് 4-ാം വാക്യത്തിൽ നെഹമ്യാവ് 1:4 പറയുന്ന ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാനിരുന്ന് കരഞ്ഞ് കുറേ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പോൾ നെഹമ്യാവ് ഒരു നെഗറ്റീവ് ന്യൂസ് കിട്ടിക്കഴിഞ്ഞപ്പോഴേ നെഹമ്യാവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വലിയൊരു എക്സ്പെക്റ്റേഷനായിരുന്നു. പ്രവാസത്തിൽ പോയ ആളുകളുടെ വലിയൊരു എക്സ്പെക്റ്റേഷനാണ് തിരിച്ചു വരണമെന്നും അവിടെ യെരുശലേമിൽ വന്ന് പ്രാർത്ഥിക്കണമെന്നും ഒക്കെയുള്ള വലിയൊരു എക്സ്പെക്റ്റേഷനായിരുന്നു. അത് അവിടെ ഇതെല്ലാം നശിച്ച് മതിലെല്ലാം ഇടിഞ്ഞു കിടക്കുന്നു എന്ന് കേട്ടപ്പോൾ ആദ്യത്തെ റെസ്പോൺസ് കരഞ്ഞു എന്നുള്ളതാണ്. എല്ലാ മനുഷ്യരും അങ്ങനെയാണല്ലോ. എന്തെങ്കിലും ജീവിതത്തിലെ നമ്മുടെ ഉറ്റവർ വേർപെട്ട് പോവുക, അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ കാര്യങ്ങൾ നടക്കാതെ വരിക ഒക്കെ വരുമ്പോഴത്തേക്ക് ഉള്ളിൽ ഒരു വലിയ ദുഃഖം വരും. അങ്ങനെ ഉള്ളിൽ ദുഃഖം വന്നപ്പോഴേ ഇവിടെ വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കുകയല്ല, കുറേ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പോഴിവിടെ 2 കാര്യങ്ങളുണ്ട്. മനസ്സിലൊരു ദുഃഖം വന്നപ്പോൾ എന്താ ചെയ്ത്? ഉപവസിച്ച് സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഇത് നമ്മൾ അനേകം ദിവസങ്ങൾ ഇത് ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതിനകത്ത് നമുക്ക് ആദ്യം കാണാം, ഇത് തുടങ്ങുന്നത് തന്നെ 20-ാം ആണ്ടിൽ ക്ലിസ്സേവ് മാസം, ദ മന്ത് ഓഫ് ചിസ്ലെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിസ്സേവ് മാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ നവംബർ ഡിസംബർ മാസമാണ് ഈ ക്ലിസ്സേവ് മാസം എന്ന് പറയുന്നത്. ആ മാസത്തിൽ അദ്ദേഹം പ്രാർത്ഥന തുടങ്ങിയിട്ട് അത് ഏകദേശം നിസ്സാൻ മാസം, മാർച്ച് ഏപ്രിൽ വരെയുള്ള സമയത്ത് 4 മാസത്തോളം പ്രാർത്ഥിക്കുകയാണ്. ആ സമയം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് പുറപ്പെടുന്നതെന്ന് നമുക്ക് കാണാം. താഴോട്ട് വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ 4 മാസം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു നെഹമ്യാവിനെ നമുക്ക് കാണാം. അന്നേരം ദൈവത്തിൽ നിന്ന് അത്ഭുതം ലഭിക്കുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചു. ഉത്തരം ലഭിക്കുന്നവരെ പ്രാർത്ഥിച്ചു. ചില ആളുകളൊക്കെ ഉണ്ട് പെട്ടെന്ന്
ഒരു കാര്യം ഒരു പ്രയർ റിക്വസ്റ്റ് പറഞ്ഞ് അങ്ങ് പ്രാർത്ഥിച്ച് അങ്ങ് ഉത്തരം കിട്ടി, അല്ലെങ്കിൽ ഉത്തരം കിട്ടുന്നില്ല, കിട്ടിയവരും നിർത്തും, ദൈവത്തിന് സ്തോത്രം കരയിട്ട് പോലും ഇല്ല, ചിലപ്പോൾ അങ്ങ് നിർത്തും. എന്നാൽ ഉത്തരം കിട്ടാത്തവരെ സംബന്ധിച്ചിടത്തോളം ഒരു 2 ആഴ്ചയൊക്കെ അവർ പ്രാർത്ഥിച്ച് നോക്കും, അല്ലെങ്കിൽ 1 മാസമൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഇത് ദൈവം ഉത്തരവും തരുന്നില്ല എന്ന് പറഞ്ഞ് അത് കളയുന്ന ഒരു കാര്യം. എന്നാൽ ഇവിടെ നെഹമ്യാവ് 4 മാസം കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചു, ഉത്തരം കിട്ടുന്നത് വരെ ഇരുന്നു എന്ന് കാണുന്നു. ഈ 1-ാം അധ്യായം, നെഹമ്യാവ് 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിലെ അവൻ്റെ പ്രാർത്ഥനയുടെ ഒരു സ്റ്റൈല് അതിലെഴുതിയിട്ടുണ്ട്. 5 തൊട്ടുള്ള വാക്യങ്ങളിലാണ്, 5 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങളിലാണ് നെഹമ്യാവിൻ്റെ പ്രാർത്ഥനയുടെ ഒരു സ്റ്റൈല്. അന്നേരം ഇത്രയും നമ്മൾ വായിച്ചിട്ട് 5 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയമൊന്നുമില്ല. അതുകൊണ്ട് അതിനകത്ത് ചുരുക്കമായിട്ട് ചുരുക്കമായി ചില കാര്യങ്ങൾ പറയാം. 5-ാം വാക്യത്തിലെ ആദ്യം പറയുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിച്ച് അത് ആരാധിക്കുന്ന കാര്യമാണ് ആദ്യം ചെയ്യുന്നത്. യഹോവേ, നിന്നെ സ്നേഹിച്ച് നിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നീ മഹാനും ഭയങ്കരനുമായ ദൈവം എന്ന് പറഞ്ഞ് ആരംഭിക്കുകയാണ്. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുകയും ആരാധിക്കുകയും ചെയ്യാണ്. 6-7 വാക്യങ്ങളിലെ പാപങ്ങൾ ഏറ്റു പറയുന്നതായിട്ട് കാണും. ഇസ്രായേൽ മക്കൾ ആരുടെയൊക്കെ പാപങ്ങളാണ് പറയുന്നത്? ഇസ്രായേലിൻ്റെ പാപം, ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപം. 2ാമത് കുടുംബത്തിൻ്റെ പാപം. 3ാമത് അടിയൻ്റെ പാപം. എന്നിട്ട് ഇതെല്ലാം ദൈവസന്നിധിയിൽ ഏറ്റു പറയാം. ഞാനും എൻ്റെ പിതൃഭവനവും പാപം ചെയ്യുക. എന്നിട്ട് 2ാമത് വരുന്നത്, ആദ്യം നമ്മൾ ഈ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്ന പോലെ അഡോറേഷൻ ആദ്യം പറഞ്ഞു, പിന്നെ ഇവിടെ കൺഫെഷൻ വരികയാണ്. ദൈവത്തോട് പാപങ്ങളെല്ലാം ഏറ്റു പറയുകയാണ്. അന്നേരം ഒരാൾ മാത്രം, ഇപ്പം ഇവിടെ നെഹമ്യാവ് എന്താ പാപം ചെയ്തത്? നെഹമ്യാവ് ശരിക്കും പറഞ്ഞാൽ പാപമൊന്നും ചെയ്തിട്ടില്ല. നെഹമ്യാവിന് ഒരു വലിയ തീഷ്ണതയും താല്പര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ നെഹമ്യാവ് ഇസ്രായേലിൻ്റെ പാപമെല്ലാം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ കുടുംബത്തിൻ്റെ പാപമെല്ലാം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. എന്നിലുള്ള പാപങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. അതിനകത്ത് 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞങ്ങൾ നിന്നോട് വഷളത്വം പ്രാപിച്ചു, നിൻ്റെ ദാസനായ മോശയോട് നീ കൽപ്പിച്ച ചട്ടങ്ങളും വിധികളും പ്രമാണിച്ച് നടന്നില്ല. ഇതെല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അത് കഴിഞ്ഞ് 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ എന്താ ചെയ്യുന്നത്? 8-9 വാക്യത്തിൽ ദൈവത്തിൻ്റെ പ്രോമിസസ് ക്ലിങ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ദൈവം കൊടുത്തിരിക്കുന്ന വാഗ്ദത്തങ്ങൾ, എൻ്റെ നാമം സ്ഥാപിപ്പാൻ നീ തിരഞ്ഞെടുത്ത സ്ഥലത്ത് കൊണ്ടുവരും എന്ന് നിൻ്റെ ദാസനായ മോശയോട് നീ അരുളി ചെയ്ത വചനം ഓർക്കണമേ എന്ന് പറഞ്ഞാൽ, അവരെ തിരിച്ച് ദൈവം കൊണ്ടുവരുമെന്ന് മോശയോട് അരുളി ചെയ്ത വചനം, ആ പ്രോമിസസിൽ ക്ലിങ് ചെയ്ത് ട്രസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുക. ഓക്കെ, എന്ത് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ അതുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. ഇതുപോലെ തന്നെയാണ് ദാനിയേൽ പ്രാർത്ഥിച്ചപ്പോഴും ഇതുപോലെ പ്രാർത്ഥിച്ച്, എൻ്റെ കുടുംബം പാപം ചെയ്തു, ഞാൻ പാപം ചെയ്തു. ഇസ്രായേൽ മക്കളുടെ പാപത്തിന് വേണ്ടി പറയുന്നതാണ്, ഞാൻ പാപം ചെയ്തു. ഇതെല്ലാം ചേർത്ത് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന. വീണ്ടും നമ്മൾ കാണാം 10-11 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ രാജാവിനെക്കുറിച്ച് പറയുന്ന കാര്യം, എൻ്റെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്ക് ശ്രദ്ധയുള്ളതായിരിക്കണമേ. ഇന്ന് അടിയന് കാര്യം സാധിപ്പിച്ച് ഈ മനുഷ്യൻ്റെ മുമ്പാകെ എനിക്ക് ദയ ലഭിക്കുവാൻ ഞാൻ രാജാവിൻ്റെ പാനപാത്രമാകാനാവുന്നു. രാജാവിനെക്കുറിച്ച് പറയുന്നത്, ഈ രാജാവ് നേരത്തെ പണി നിർത്തിവെച്ച ഒരു രാജാവാണ്. കാരണം നമുക്കറിയാം, ഇത് ആളുകൾ പണിയാനായിട്ട് ശ്രമിച്ചു. എസ്രയുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലെ ഇതേ രാജാവ് യെരുശലേം മതിൽ പണിയുന്നത് സ്റ്റോപ്പ് ചെയ്ത് ഓർഡർ കൊടുത്തിരുന്നു. നേരത്തെ ചെയ്തിരുന്നു. അതേ രാജാവ് തന്നെ ഇവിടെ പെർമിഷൻ കൊടുക്കുകയല്ല ചെയ്തത്, ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കൊടുത്തയക്കുന്നതായിട്ട് കാണാം. നമ്മൾ അടുത്ത വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പോൾ അടിയൻ്റെ കാര്യം സാധിപ്പിച്ച് ഈ മനുഷ്യൻ്റെ മുമ്പാകെ എനിക്ക് ദയ ലഭിക്കുമാറാകണമേ. അന്നേരം രാജാവിനെ ഓർത്ത് രാജാവിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന ഒരു ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ, നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. നമ്മുടെ പൊസിഷൻ, നമ്മളെ ദൈവം നിങ്ങളെയും എന്നെയും പല സ്ഥലങ്ങളിൽ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ഇൻഫ്ലുവൻസ് ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ കെട്ടുപണിക്കായിട്ട് വിനിയോഗിക്കണം എന്നുള്ളൊരു ചിന്ത ഇവിടെ വരികയാണ്. ഈ വൈൻ ഡസ്റ്ററായിട്ടുള്ള ഈ നെഹമ്യാവ് എന്താ ഇവിടെ കാണിച്ചത്? തൻ്റെ ജീവിതം
തൻ്റെ ജീവിതം രാജാവിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ഉപയോഗിച്ച് ആ യെരുശലേമിൻ്റെ മതിലുകളെ പണിയാനായിട്ട് തീരുമാനിക്കുന്നതായിട്ട് കാണും. ഈ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യവന് അത് പ്രസൻറ്റ് ചെയ്യാണ്. ഈ നീഡ് രാജാവിൻ്റെ അരികിലേക്ക് പ്രസൻറ്റ് ചെയ്യാണ്. നോക്കി, ആ സമയത്ത് 4 മാസത്തോളം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലാണ് നിസ്സാൻ മാസത്തിലാണ് ഇത് ദൈവത്തിൻ്റെ അവിടെ സന്നിധിയിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ആ സമയത്ത് രാജാവിനോട് എന്ത് വന്നാലും എനിക്ക് എന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ധൈര്യത്തോടുകൂടി, ഈ ധൈര്യം എവിടെ നിന്നാണ് കിട്ടിയത്? നോക്കി, ഇനി ഈ ധൈര്യത്തെക്കുറിച്ച് നമ്മൾ വീണ്ടും ചില ക്യാരക്ടർ സ്റ്റഡിയിൽ നമ്മൾ പറയും. ഈ ധൈര്യം അവൻ അവിടെ നിന്നാണ് കിട്ടിയത്. രാജാവിനോട് നേരത്തെ ഒരു ഓർഡർ നടത്തി ഈ യെരുശലേം പണിയുന്നത് തടഞ്ഞിരുന്ന ഒരു രാജാവിനോട് വീണ്ടും ഈ ചോദിക്കാനുള്ള ധൈര്യം അവൻ എവിടെ നിന്നാണ് കിട്ടി? ഈ ധൈര്യം കിട്ടിയത് ഉപവാസത്തിലും പ്രാർത്ഥനയിലുമാണ്. ദൈവസന്നിധിയിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴാണ് ധൈര്യം തരുന്നത്. ഈ ധൈര്യം ആരാ തരുന്നത്? പരിശുദ്ധാത്മാവാണ് തരുന്നത്. അത് പൗലോസിൻ്റെ ജീവിതത്തിൽ നമുക്ക് പല സ്ഥലങ്ങളിലും കാണാം. ധൈര്യത്തോടുകൂടി, എല്ലാ ഒപ്പോസിഷൻ്റെ മധ്യത്തിൽ ധൈര്യത്തോടുകൂടി സുവിശേഷം അറിയിച്ചു. ഒരു കൺവിക്ഷൻ, ദൃഢനിശ്ചയവും ഉറപ്പും തരുമ്പോഴേ പരിശുദ്ധാത്മാവ് അതിൽ കൂടി വർക്ക് ചെയ്യും. നമ്മുടെ ആ ബോൾഡ്നെസ് കണ്ടിട്ട് അതിൽ കൂടി വർക്ക് ചെയ്യും. ചില ആളുകൾ ഉണ്ട്, ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ ആണെങ്കിലും ചില കാര്യങ്ങൾ ചെന്ന് പറയുമ്പം അയ്യോ പത്തോ എന്നൊക്കെ പറഞ്ഞ് അവിടെ പോയി നിൽക്കും. നീ പോടാന്നുള്ള രീതിയിൽ. ഇതങ്ങനെയല്ല. ദൈവമാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്, ദൈവമാണ് എൻ്റെ ഉള്ളിലിരിക്കുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണ് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞ് നേരെ ചെന്ന് രാജാവിനോട്, അവന് മുഖം ഒന്ന് വാടിയിരുന്നപ്പോൾ രാജാവ് ചോദിച്ചപ്പോഴേ അത് രാജാവിനോട് ഉണർത്തിച്ചിട്ട് അതിന് ഒരു പെർമിഷൻ വാങ്ങിച്ചെടുക്കുകയാണ്. 7-8 വാക്യത്തിന് എന്താ ചോദിക്കുന്നതെന്ന് നമുക്കറിയാം. എന്തൊക്കെയാണ് ചോദിക്കുന്നതെന്ന് ഇത് നമ്മളൊന്ന് ചോദിച്ചു നോക്കി. എന്തൊക്കെ ചോദിക്കാനുള്ള ധൈര്യമുള്ള രാജാവിന് തിരുവുള്ളമുണ്ടായി, ഞാൻ യഹൂദയിൽ എത്തും വരെ നദിക്ക് അക്കരെയുള്ള ദേശാധിപതികൾ എന്നെ കടത്തിവിടേണ്ടതിന് അവർക്ക് എഴുത്തുകളും ആലയത്തോട് ചേർന്ന് കോട്ടവാതിലുകളും പട്ടണവാതിലിലും ചെന്ന് പാർപ്പാനിരിക്കുന്ന വീടിനും ഉത്തരമുണ്ടാക്കാൻ രാജാവിൻ്റെ വനവിചാരകന്മാരായ ആസാഫ് എനിക്ക് മരം തരേണ്ടതിന് എഴുത്തും. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് ചോദിക്കുന്നത് നോക്കി. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലെ കാശ്മീരിൽ നിന്നോ എങ്ങാണമുള്ള അവിടെ ആയിരുന്നു ഇരിക്കട്ടെ രാജാവ്, നമ്മൾ ഈ കേരളത്തിലാണ് ഇത് പണിയേണ്ടിയെന്നിരിക്കട്ടെ. അതായത് ഈ കേരളത്തിൽ ഇത് പണിയണം, രാജാവ് ഇരിക്കുന്നത് ജമ്മു ആൻഡ് കാശ്മീരിലാണെങ്കിൽ ഇത്രയും സ്റ്റേറ്റിലെ ഗവർണർക്ക് കത്ത് കൊടുക്കണം. ഇങ്ങോട്ട് വരാനുള്ള ഇത്രയും സ്ഥലങ്ങളിൽ കൂടെ അല്ലേ വരേണ്ടത്. ഇത്രയും സ്റ്റേറ്റിലെ ഗവർണേഴ്സ് ഇങ്ങോട്ട് വരുന്ന വഴിയിൽ ഡൽഹി തൊട്ട് ഇങ്ങോട്ട് മധ്യപ്രദേശ്, ഹരിയാന, മധ്യപ്രദേശ് ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ മഹാരാഷ്ട്ര വഴി, കർണാടക വഴി കേരളത്തിലെ ഇത്രയും ഗവർണേഴ്സ് ആ സമയത്ത് ഭരിക്കുന്നവർക്ക് കത്ത് കൊടുക്കണം. ഒരു തടസ്സവും വരാൻ പാടില്ല. അത് രണ്ടാമത്തെ കാര്യം. ആസാഫിന് ഒരു ലെറ്റർ. എന്താണ്? അവനാണ് വനവിചാരൻ. എന്താണ്? അവന് വേണ്ട തടി സപ്ലൈ ചെയ്യണം. തടി സപ്ലൈ ചെയ്യുന്നത് എന്തിനാ? ഈ മതിൽ കെട്ടാൻ മാത്രമായിട്ടല്ല തടി വരുന്നത്. അതിനകത്ത് ഗേറ്റുകളുണ്ട്. അത് നമുക്ക് നോക്കിയാൽ അറിയാം. ഏകദേശം മതിലിന് വേണ്ടിയ തടി 14 മീറ്റർ ഹൈറ്റും 2.5 മീറ്റർ വിഡ്ത്തുമുള്ള ഗേറ്റ്, അതാണ് മതിൽ. അത് കൂടാതെ തന്നെ 12 ഗേറ്റുകളുണ്ട്. ഈ 12 ഗേറ്റുകൾ 400 മീറ്റർ ഉള്ള ദൂരം ചുറ്റളവാണ്. അതായത് ഇത്രയും ചുറ്റളവും അല്ല, അതുപോലെ തന്നെ ഇത്രയും തിക്നെസ്സും. എന്നിട്ട് എത്ര തടി വേണോ നമ്മൾ ഇന്ന് ആലോചിച്ച് നോക്കി. അത്രയും തടി വേണം. ഇത് മാത്രമേ ഇദ്ദേഹത്തിൻ്റെ വീട് പണിയാനുള്ള തടി. ആരുടെ? ഈ നെഹമ്യാവിൻ്റെ വീട് പണിയാനുള്ള തടി. ഇത്രയും തടി വേണമെങ്കിൽ മിക്കവാറും ഒരു ഫോറസ്റ്റ് മുഴുവൻ വേണം. ആസാഫിന് നോ പറയാൻ പറ്റത്തില്ല. കാരണം ലെറ്റർ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുക, രാജാവിൻ്റെ ലെറ്റർ വാങ്ങിച്ച. നെഹമ്യാവിന് ഇത്രയും കാര്യങ്ങൾ ചോദിക്കാനുള്ള ധൈര്യം ഇവിടെ നിന്ന് കിട്ടി. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുമ്പോഴേ ദൈവം നമുക്ക് ധൈര്യം തരികയും ദൈവത്തോട് നമ്മൾ ചോദിക്കാനായിട്ടുള്ള ഒരു വലിയ കൃപ തരികയും ചെയ്യാം. അങ്ങനെ വരുമ്പോൾ എന്താണ്? ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ബോൾഡായിട്ട് ദൈവത്തോട് പറയുമ്പോൾ ദൈവം ഉത്തരം തരും.
തടസ്സപ്പെടുത്താനായിട്ട് മറ്റവൻ വരും, ആരാ പിശാച് വരും, അതൊക്കെ ശരിയാണ്. എന്നാലും ദൈവം നമുക്ക് ഉത്തരം തരും തന്നെ ചെയ്യും. ഞാൻ കഴിഞ്ഞ ഒരു എപ്പിസോഡിലാണെന്ന് തോന്നുന്നു, ഈ പ്രാർത്ഥനയെക്കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു വിശ്വാസം ആ പ്രാർത്ഥനയിൽ ഉണ്ടാവണം, അല്ലേ? പ്രാർത്ഥനയിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടാവണം. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് നമുക്ക് വലിയൊരു ധൈര്യം വേണം. ദൈവസന്നിധിയിലെ ധൈര്യത്തോടു കൂടി, ആ ബോൾനെസ്സിനോട് കൂടിയാണ് നമ്മുടെ റിക്വസ്റ്റുകളെ പ്രസൻറ്റ് ചെയ്യേണ്ടത്. അപ്പോഴേ ദൈവം ഉത്തരം തരും. ഇവിടെ രാജാവിൻ്റെ മുമ്പിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ഇദ്ദേഹം പോയി പറഞ്ഞു കഴിഞ്ഞപ്പോഴെന്താണ്, രാജാവ് അതിന് വേണ്ടതൊക്കെ ചെയ്തു. ഒരിക്കലും ഈ രാജാവ് അത് നിർത്തിവെച്ചതാണ്, ആ കൺസ്ട്രക്ഷൻ നിർത്തിവെച്ച രാജാവാണ് വീണ്ടും രാജാവിന് ആ പെർമിഷൻ കൊടുക്കുന്നത് നമ്മൾ മനസ്സിലാകുക. ഇനിയും എൻ്റെ സമയം ഇവിടെ തീർന്നുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ അടുത്ത എപ്പിസോഡിൽ കാണാം. ശരിക്കും ഇനി ശത്രുക്കൾ വരികയാണ് ഇവിടെ കൺസ്ട്രക്ഷനൊക്കെ തടയപ്പെടാൻ. നമ്മുടെ പ്രോഗ്രസ് ഓഫ് ലൈഫിൽ ദൈവം നമ്മളെ മുമ്പോട്ട് ഡയറക്റ്റ് ചെയ്ത് ദൈവാലോചനയിൽ നമ്മൾ പോകുമ്പോഴും എല്ലാ സൈഡിലും ശത്രുക്കൾ വരും. ഈ ശത്രുക്കളെ ഏത് രീതിയിലാണ് ഈ മനുഷ്യനെ ധർണം ചെയ്തത് എന്നുള്ളത് ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് പറയാം. ഞാൻ ഇന്ന് പറയാനായിട്ട് ആഗ്രഹിച്ചത്, ഉപവാസവും പ്രാർത്ഥനയും ആവശ്യമുള്ളിടത്ത് നമ്മൾ ചെയ്യാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ മാത്രമല്ല ഉപവാസം, ന്യൂ ടെസ്റ്റ്മെൻറ്റിലും ഉപവാസമുണ്ട്. ചില ആളുകൾ പഠിപ്പിക്കുന്നത് നമുക്ക് ഉപവാസമൊന്നും വേണ്ട എന്ന് പഠിപ്പിക്കും. അങ്ങനെയല്ല, യേശുക്രിസ്തു തന്നെ പറഞ്ഞതാണ്, ഉപവാസത്താലും പ്രാർത്ഥനയും അല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു പോവുകയില്ല. അതുകൊണ്ട് ധൈര്യത്തോട് ദൈവത്തിൻ്റെ സന്നിധിയിൽ കൃപാസനത്തിന് മുമ്പിൽ നമ്മൾ ചെന്ന് ഇരുന്ന് ദൈവത്തോട് അപേക്ഷിക്കുമ്പോഴേ പല കാര്യങ്ങളുമൊക്കെ ഒന്ന് പിടിച്ച് കെട്ടണം. നമ്മുടെ വിശപ്പും നമ്മുടെ ദാഹവും ബാക്കിയുള്ള കാര്യങ്ങൾ, ഈ ലോകത്തിലുള്ള ഇൻട്രസ്റ്റും ഒക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് ദൈവസന്നിധിയിലൊന്ന് ഇരുന്നൊന്ന് വിനയപ്പെട്ട് ദൈവത്തോടൊന്ന് പറയുമ്പോഴേ ദൈവം അതിനെല്ലാം ഉത്തരം തരുന്നതായിട്ട് കാണാം. ഏത് സിറ്റുവേഷൻ ആയാലും ഉത്തരം തരും, അത് ഉറപ്പാണ്. നമ്മുടെ ദൈവസന്നിധിയിലുള്ള കമ്മിറ്റ്മെൻറ്റ് അനുസരിച്ചിരിക്കും ദൈവം ഉത്തരം തരുന്നത്. ഒരു കാര്യം ഓർക്കുക, ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് എപ്പോഴും നമ്മൾ തിരിച്ചറിയണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനായിട്ടുള്ള, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാത്തത്, നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതത്തിൽ നിന്ന് എതിരായിട്ടുള്ള പ്രാർത്ഥന കൊണ്ടാണ് ദൈവം നമുക്ക് ഉത്തരം തരാത്തത്. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ ഹിതത്തിൽ നിന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ഹിതം എന്താണ്? ഇപ്പോൾ ആദ്യം തൊട്ടേ ഞാൻ പറഞ്ഞ ദൈവത്തിൻ്റെ ഹിതം എന്താണ്? നിങ്ങളുടെ വിശുദ്ധീകരണമാണ്. ദൈവത്തെ പോലെ നിങ്ങളെ ആക്കി തീർക്കുക എന്നുള്ള വിശുദ്ധീകരണമാണ് ദൈവത്തിൻ്റെ ഹിതം. ആ വിശുദ്ധീകരണത്തിലേക്കുള്ള പ്രയാണമാണ് നിങ്ങൾ ഈ ലോകത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുക്കി തരുന്നത്, അതിനകത്ത് തരുന്നതാണ്. അത് നിങ്ങളുടെ മോട്ടീവ് എന്ന് പറയുന്നത് പണം ഉണ്ടാക്കുക, വേറെ പല കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ദൈവത്തിന് സഹായിക്കാൻ പറ്റത്തില്ല, പലപ്പോഴും സഹായിക്കാൻ പറ്റത്തില്ല. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കുക. ദൈവത്തിന് ഉദ്ദേശം, ദൈവത്തിൻ്റെ ഹിതത്തിലാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും ദൈവം തരും. നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുകയുള്ളൂ. അവിടെയാണ് എൻ്റെ വ്യത്യാസം. അവിടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം. നെഹമ്യാവിൻ്റെ ജീവിതത്തിലെ ധൈര്യത്തോടുകൂടി ഉപവസിച്ച് പ്രാർത്ഥിച്ച് 4 മാസം ദൈവസന്നിധിയിൽ ഇരുന്നപ്പോഴേ ദൈവത്തിൻ്റെ വലിയ ബോൾനെസ്സിൽ അവൻ കാര്യങ്ങളെ ചെയ്ത് അവന് പെർമിഷൻ വാങ്ങിച്ച് അവിടെ നിന്ന് പുറപ്പെട്ടതായിട്ട് ഞങ്ങൾ കണ്ടല്ലോ. ഞങ്ങളുടെ ജീവിതങ്ങളിൽ പല കാര്യങ്ങളും തടസ്സപ്പെട്ടിരിക്കുന്ന ഈ നാളുകൾ കർത്താവ് പ്രാർത്ഥനയിൽ കൂടി റിലീസ് ചെയ്യപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പല കാര്യങ്ങൾ അനേകരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ഹിതത്തിൽ നിന്ന് തന്നെ റിലീസ് ചെയ്യണം. കല്യാണം കഴിയാതെ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പുരുഷൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് മനസ്സിലാക്കി ദൈവം കുടുംബങ്ങളാക്കി ചേർത്ത ദൈവഹിതമാണ് കർത്താവേ. അതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഏതെങ്കിലും ഭവനങ്ങളിലെ മാരേജുകൾ തടസ്സപ്പെട്ടിരിക്കുന്നതിൽ യേശുവിൻ്റെ നാമത്തിൽ അതിന് ക്യാൻസൽ ചെയ്ത് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. അതെല്ലാം റിലീസ് ചെയ്ത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണ്. കുഞ്ഞുങ്ങൾ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതാണല്ലോ. അതുകൊണ്ട് കർത്താവെ, ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും കുടുംബങ്ങളിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അനേകം നാളുകളായിട്ട് പ്രാർത്ഥിച്ച കുഞ്ഞുങ്ങളില്ലായിരിക്കുന്ന കുടുംബങ്ങളിൽ ദൈവം ഇന്ന് വലിയ റിലീസ് കൊടുക്കുകയാണ്. വിശ്വാസത്തോട് പ്രാർത്ഥിക്കുക. ദൈവഹിതമാണ് നിങ്ങളുടെ ഭവനത്തിലെ ഒരു കുഞ്ഞുണ്ടാകുക എന്നുള്ളത്. ദൈവം നിങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. എല്ലാ തടസ്സങ്ങളും മാറിപ്പോവും. ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ആവശ്യം കർത്താവെ, ഫൈനാൻഷ്യലായിട്ടുള്ള ആവശ്യമൊക്കെ നീ അറിയുന്ന ദൈവമാണ്. അത് ഞങ്ങൾക്ക് ആവശ്യമാണ്. അതിനുള്ള വഴികളെ, ജോലികളെ ആവശ്യമാണ് കർത്താവെ. ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ജോലികൾ ആവശ്യമാണ്. എങ്കിലേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ കർത്താവെ. ഈ വിഷയം ഞങ്ങളെ ഈ സ്ഥാനത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ജീവിതത്തിലെ വരുമാന മാർഗ്ഗങ്ങൾ തടസ്സപ്പെട്ടിരിക്കുന്നെങ്കിൽ, ജോലി സംബന്ധമായോ അല്ലെങ്കിൽ തൊഴിൽ സംബന്ധമായോ ഏതെങ്കിലും രീതിയിൽ വരുമാന മാർഗ്ഗങ്ങൾ തടസ്സപ്പെട്ടിരിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെ എല്ലാം വരുമാന മാർഗ്ഗങ്ങൾ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ദൈവമേ, ജനറലായിട്ട് പ്രാർത്ഥിച്ചെങ്കിലും ആരെങ്കിലും ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ കർത്താവേ, നിൻ്റെ ഹിതപ്രകാരം നീ അത് ഉത്തരം കൊടുക്കുന്ന ഓർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ.
ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർമാനമായിട്ട് ഇത് കാണണം. ദൈവത്തിൻ്റെ വലിയ ശക്തി ഈ ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കും. നിങ്ങൾ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നവരാകും. നിങ്ങളുടെ വഴികൾ, അടഞ്ഞിരിക്കുന്ന വഴികളൊക്കെ തുറന്നു വരുന്നതായിട്ട് കാണാം. നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിർവഹിക്കപ്പെടുന്നതായിട്ട് കാണാം. ഒരു കാര്യം ഓർക്കുക, ദൈവഹിതത്തിൽ നിന്ന് പ്രാർത്ഥിക്കുക. നാളെ ഇത് വാച്ച് ചെയ്യുക. ഇത് എല്ലാ ദിവസവും 9:30 നിങ്ങളുടെ ഭവനത്തിൽ ഡിവൈസിൽ എത്തിച്ചേരുന്നതാണല്ലോ. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഏതെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രെയർ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വാട്സാപ്പ് നമ്പറിൽ ടെക്സ്റ്റ് ചെയ്താൽ നിങ്ങൾക്കതിന് ഉത്തരം കിട്ടുന്നതാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.